ഓ പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന, നമ്മുടെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ മനസ്സിനെ ഏറ്റവും പ്രതീക്ഷയിൽ നിർത്തുന്ന എന്തെങ്കിലും വിഷയം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടോ? എന്നാൽ എന്തു ചെയ്യണം? ഒറ്റയ്ക്കിരുന്നിട്ടൊന്ന് കരയണം. ആരെ മുമ്പിൽ കരയണം? അല്ലാഹുവിന് മുമ്പിൽ കരയണം. ആ ഓരോ തുള്ളി കണ്ണുനീരിനും ومن ذكر الرب المهيمين خاليا ففاضت له عيناه خوفا نكالي. റബ്ബിന് മുമ്പിൽ കരയണം. എൻ്റെ ഉമ്മമാരെ, നമ്മൾ വേദനയും പ്രശ്നങ്ങളും പറ്റൊക്കെ റബ്ബിന്റെ മുമ്പിൽ കരഞ്ഞ് പറഞ്ഞിട്ടല്ലേ പിന്നെ ആരോടും പറയേണ്ടത്? നമ്മുടെ ഒരു പ്രശ്നം മറ്റാരോടും അവതരിപ്പിക്കുന്നതിന് മുമ്പ്, മറ്റാരോടും പറയുന്നതിന് മുമ്പ് നമുക്കൊരു പരിഹാരമുണ്ട്. അതേതാ? റബ്ബും നമ്മളെന്നുള്ളൊരു പരിഹാരം. ആ പരിഹാരം എങ്ങനെയാണ്? അത് റബ്ബിന് മുമ്പിൽ ഒറ്റയ്ക്ക് മനസ്സ് തുറന്ന്, അല്ലാ, ഞാനിങ്ങനൊരു കടത്തിൽ കുടുങ്ങിയിട്ടുണ്ട് റബ്ബേ, ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് എനിക്ക് കരകയറാൻ മാർഗം കാണുന്നില്ല, നീ അതിന്റെ വഴി തെളിയിച്ചില്ലെങ്കിൽ ഞാനൊരു മാന്യനായി ജീവിക്കുന്ന ആളാണ്, എനിക്ക് നാളെ കൊടുക്കേണ്ട കടം, അടുത്ത മാസം കൊടുക്കേണ്ട കടം, ചെക്ക് കൊടുത്തു വെച്ചിരിക്കുന്ന കടം, പടച്ചവനെ, ഇതിൽ നിന്ന് എനിക്ക് സലാമത്ത് കിട്ടാൻ എന്തെങ്കിലും ഒരു വഴി നീ തുറന്നു തരണമെന്ന് റബ്ബിന്റെ മുമ്പിൽ ഒന്ന് മനസ്സ് തുറക്കണേ. റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ ചരിത്രത്തിൽ വലിയ സ്ഥാനമുള്ള മഹദിയാണ്. ബഹുമാനപ്പെട്ട റാബിഅ ബീബി റളിയല്ലാഹു അൻഹ എല്ലാവരും ഉറക്കത്തിന്റെ മഴക്കത്തിൽ നിശയുടെ നിദ്രയിലാണ്. ആരുടെ വാതിലും തുറന്നിട്ടില്ല. പാതിരാവിന്റെ കൂരിരുട്ടിൽ റാബിഅത്ത് റളിയല്ലാഹു അൻഹ അല്ലാഹുവിന് മുമ്പിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, റബ്ബേ, മുതലാളിമാരെ വാതിലടച്ചു, രാജാക്കന്മാരെ വാതിലടച്ചു, കച്ചവടക്കാരെ വാതിലടച്ചു, എല്ലാവരെ വാതിലും അടഞ്ഞു കിടക്കുകയാണല്ലോ. ഈ പാതിരാവിന്റെ കൂരിരുട്ടിൽ നിന്റെ റഹ്മത്തിന്റെ വാതിൽ അടഞ്ഞിട്ടില്ലല്ലോ, നിന്റെ മഗ്ഫിറത്തിന്റെ വാതിൽ അടച്ചിട്ടില്ലല്ലോ, നിന്റെ തൗബയുടെ വാതിൽ അടച്ചിട്ടില്ലല്ലോ. പാപിയായ ഒരു പെണ്ണ് ഇതാ നിന്റെ വാതിൽക്കൽ നിൽക്കുന്നു അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് റാബിഅത്ത് റളിയല്ലാഹു അൻഹ പാതിരാവിന്റെ സമയത്ത് കരഞ്ഞു. എന്തിനേറെ പറയണം, അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാതിരാവിൽ റബ്ബിന് മുമ്പിൽ കരഞ്ഞു. യൂസുഫ് നബി അലൈഹിസ്സലാം അല്ലാഹുവിന് മുമ്പിൽ കരഞ്ഞു. യൂനുസ് നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ മുമ്പിൽ കരഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിന് മുമ്പിൽ കരഞ്ഞു. അല്ലാഹു റബ്ബി കരയാത്ത ആരാണുള്ളത്? ഏതെങ്കിലും നബിയുണ്ടോ റബ്ബിന് മുമ്പിൽ കരയാത്ത? ഏതെങ്കിലും വലിയുണ്ടോ അല്ലാഹുവിന് മുമ്പിൽ കരയാത്ത? ഏതെങ്കിലും മഹാന്മാരായി എണ്ണപ്പെടുന്ന ആരാണ് റബ്ബിന് മുമ്പിൽ കരയാതെ പോയിട്ടുള്ളത്? മൊഹീദ്ദീൻ ശൈഖ് തങ്ങളാണോ? റിഫായി ശൈഖ് തങ്ങളാണോ? മടവൂർ ശൈഖുനയാണോ? താജുൽ ഉലമയാണോ? ആരെയാണ് നമുക്ക് ഓർമ്മയുള്ളത്? എല്ലാവരും റബ്ബിന് മുമ്പിൽ കരയുകയാണ്. ദുഃഖത്തിന്റെ കണ്ണുനീർ, റജാഇന്റെ കണ്ണുനീർ, അല്ലാഹ് മഹബത്തിന്റെ കണ്ണുനീർ, പ്രതീക്ഷയുടെ കണ്ണുനീർ. അല്ലാഹ്, അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന, നമ്മുടെ കുടുംബത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുന്ന ഏതേതൊരു വിഷയമാണെങ്കിലും നബ്ബി ഇബാദി, എന്റെ അടിമകളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. അന്നീ അനൽ ഗഫൂറുർ റഹീം, ഞാൻ അവർക്ക് മാപ്പ് കൊടുക്കും, ഞാൻ അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും, ഞാൻ അവർക്ക് പുറത്തു കൊടുക്കും. ഞാൻ കരുണക്കടലായ റബ്ബാണ്, ഞാൻ കാരുണ്യവാനായ റബ്ബാണ്. ഓ യുവാക്കളെ, ഓ സഹോദരിമാരെ, റബ്ബുമായി നമ്മൾ പിണങ്ങല്ലേ. അല്ലാഹു തആല പഠിപ്പിച്ചിരിക്കുന്ന നിയമങ്ങളൊക്കെ എങ്ങനെയാണ്? വളരെ സന്തോഷമുള്ളതാണ്. നമ്മളത് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളിൽ നമുക്ക് അബദ്ധം പറ്റിയതാണ്. അല്ലാഹു തആല വിട്ടുവീഴ്ച ചെയ്തു തരുന്നവനാണ്. എല്ലാ ചിരിക്കും പുഞ്ചിരിക്കും പ്രതിഫലം തരുന്ന അല്ലാഹ് എല്ലാ കാര്യത്തിനും പറഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹത്താ ഫീ നിന്റെ ഭാര്യക്ക് ഇതല്ലേ ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മളൊക്കെ ആലോചിക്കണം,
നമ്മൾ ആക്ഷേപം പറയൽ, കുറ്റപ്പെടുത്തൽ, അടക്കി ആക്ഷേപിക്കൽ, ഇതൊക്കെ എളുപ്പം സാധിക്കുന്ന കാര്യങ്ങളാണ്. ഒരു വിഷയത്തിലും നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് അതല്ല. മറിച്ച് റബ്ബിനോട് നമ്മൾ സങ്കടപ്പെടുക. പടച്ചോനെ, എനിക്കിങ്ങനെ ഒരു വിഷയമുണ്ട്, അല്ലാ എനിക്കിങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ട്, അല്ലാ എനിക്കിങ്ങനെ ഒരു സന്തോഷമുണ്ട്, അല്ലാ എനിക്കിങ്ങനെ ഒരു മുസീബത്തുണ്ട്. റബ്ബിന് മുമ്പിൽ അവതരിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഴക്കടലിൽ കടന്ന് മത്സ്യത്തിന്റെ വയറ്റിൽ കുടുങ്ങിയിരിക്കുന്ന യൂനുസ് നബി അലൈഹിസ്സലാം അവിടെ വെച്ചുകൊണ്ട് റബ്ബിന് മുമ്പിൽ അവതരിപ്പിച്ചു. റബ്ബേ, ഞാനിപ്പോ അകപ്പെട്ട് നിൽക്കുന്ന ഈ അവസ്ഥ നിനക്കറിയില്ലേ? ആഴക്കടല്, ഇരുട്ട് കടല്, മത്സ്യത്തിന്റെ വയറ്റില്. ഇനി എന്താ വേണ്ടത്? യൂനുസ് നബി അലൈഹിസ്സലാം അവിടെ വെച്ചുകൊണ്ട് അള്ളാഹിനോട് അവതരിപ്പിച്ചു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. പടച്ചോനെ, നീയല്ലാതെ ഒരു ഇലാഹില്ല, എന്റെ ഈ അവസ്ഥ കാണുന്നവൻ നീയല്ലാതെ മറ്റൊരാളുമില്ല. അതുകൊണ്ട് റബ്ബേ, ആ ദുആന്റെ ഫളായില് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അജബൽ ലി ദുആഇ അഖി യൂനുസ, എന്റെ സ്നേഹിതൻ യൂനുസ് നബിന്റെ ദുആ വല്ലാത്ത ദുആയാണ്. അവ്വലുഹു തഹ്ലീലുൻ, അതിന്റെ തുടക്കം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഔസതുഹു തസ്ബീഹുൻ, അതിന്റെ മധ്യത്തിൽ സുബ്ഹാനല്ലാഹ്, വആഖിറുഹു ഇഖ്റാറുൻ ബിദ്ദംബി, ചെയ്തു പോയല്ലോ. യൂനുസ് നബി അലൈഹിസ്സലാം ആ കടലിന്റെ ആഴക്കടലിൽ, ഇരുട്ട് കടലിൽ, മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് അള്ളാഹിനെ അങ്ങോട്ട് വിളിച്ചപ്പോൾ ആ പതിഞ്ഞു കിടക്കുന്ന മത്സ്യം എഴുന്നേൽക്കാൻ, സഞ്ചരിക്കാൻ തുടങ്ങി. രണ്ടാമത് ചൊല്ലി, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ആഴക്കടലിൽ നിന്ന് ആ മത്സ്യം ഇങ്ങോട്ട് മുകളിലേക്ക് വന്നു. മൂന്നാമത് ചൊല്ലി, ഇരുട്ട് കടൽ കഴിഞ്ഞു. നാലാമത് ചൊല്ലി, മത്സ്യത്തിന് സ്പീഡ് കൂടി. അഞ്ചാമത് ചൊല്ലി, മത്സ്യം കടലിന്റെ പുറം കടലിലെത്തി. ആറാമത് ചൊല്ലിയപ്പോൾ കര കാണാൻ തുടങ്ങി. ഏഴാമത്തെ പ്രാവശ്യം എത്തിയപ്പോൾ കടലിന്റെ കരയിൽ ഇങ്ങനെ വന്നിട്ട് മത്സ്യം യൂനുസ് നബി അലൈഹിസ്സലാമിനെ ഒരൊറ്റ തുപ്പൽ കരയിലെത്തി. നമുക്ക് മനസ്സിന് താങ്ങാനാവാത്ത ഏതെങ്കിലും വിഷയത്തിൽ അകപ്പെട്ടാൽ നിങ്ങൾ മഗ്‌രിബിക്ക് ശേഷവും സുബഹിക്ക് ശേഷവും ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ 7 പ്രാവശ്യം ചൊല്ലിക്കോ. ആ വിഷയത്തിന് റബ്ബ് തആല ഒരു പരിഹാരം ഉണ്ടാക്കി തരും. നമ്മളെ മനസ്സിനുണ്ടല്ലോ, ഒരു സന്തോഷം ഉണ്ടായാൽ നമ്മൾ അധികം ആഹ്ലാദിക്കാൻ പാടില്ല. ഒരു ദുഃഖമുണ്ടായാൽ അധികം അങ്ങോട്ട് വിഷമം കാണിക്കാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചേഞ്ചിങ്ങുകൾ, ആ ചേഞ്ചിങ്ങിൽ റബ്ബിലേക്കൊന്ന് അവതരിപ്പിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മുടെ കണ്ണുനീർ നമുക്കൊരു മരുന്നാണ്, നമുക്കൊരു പരിഹാരമാണ്. നരകത്തിന്റെ തീ കെടുത്തിക്കളയാൻ ശക്തിയുള്ള സംഗതിയാണ് കണ്ണുനീർ എന്നത് മനസ്സിലാക്കി നമ്മളൊക്കെ റബ്ബിലേക്ക് അടുക്കുക. അള്ളാഹു നമ്മളെ മക്കളെ നന്നാക്കി തരട്ടെ. അള്ളാഹു ഞങ്ങളെ ഭാര്യ ഭർത്തൃ ജീവിതം, നീ കുടുംബ ജീവിതം ഐശ്വര്യത്തിലാക്കണേ അല്ലാ. മക്കളെ കൊണ്ട് ഖൈറ് നൽകണേ അല്ലാ. കുടുംബത്തെ കൊണ്ട് ഖൈറ് നൽകണേ അല്ലാ. ഞങ്ങളെ എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും നീ കരകയറ്റി തരണേ അല്ലാ. ഈ പ്രാവശ്യം മൗലിദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് മുത്തുനബിയുടെ 1500-ാം ജന്മദിനമാണ്. ലോകമെമ്പാടും മുസ്ലിമീങ്ങൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രങ്ങൾ പാടിയും പറഞ്ഞും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ സന്ദേശങ്ങൾ ലോകത്തെ പ്രചരിപ്പിച്ചും വലിയ മുത്തുനബിയെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒട്ടേറെ സംഭവങ്ങൾക്ക് തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി നമ്മുടെ മദ്രസകളും പള്ളികളും കേന്ദ്രീകരിച്ച് മഹല്ലത്തിൽ മൗലിദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വളരെ വിപുലപ്പെടുത്തിയാണ് ഈ പ്രാവശ്യം ആലോചിച്ചിട്ടുള്ളത്. എല്ലാ മഹല്ല് കമ്മിറ്റിയും ഇവിടെയും അത് ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മദ്രസയിലെ കുട്ടികൾ, വലിയവർ ഒക്കെ ചേർന്നുകൊണ്ടുള്ള റാലികളും അതേപോലെ തന്നെ മൗലിദുകളും നമ്മുടെയൊക്കെ വീടുകളിൽ നന്നായി മൗലിദ് നടക്കണം. നമ്മുടെയൊക്കെ പള്ളികളിൽ നന്നായി മൗലിദ് നടക്കണം. മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1500-ആണ്. ഇനി ഒരു 2000 വരുന്ന കാലത്ത് നമ്മളൊന്നും പൊടി ബാക്കിയുണ്ടാവില്ല. അല്ലാഹു തആല മുത്തുനബിയോട് മഹബത്ത് വെച്ച് മദ്ഹ് പറയാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. അപ്പൊ എല്ലാ സ്ഥലത്തും, മർക്കസിലും കോളേജുകളിലും നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ മുസ്ലിം ജമാഅത്തും SSF-ഉം SYS-ഉം അതേപോലെ തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകളെല്ലാം അതിൽ സജീവമായി നിൽക്കുമ്പോൾ
ഇന്ത്യയിലെ ഏറ്റവും വലിയ മൗലിദ് സംഗമം അൽ മൗലിദുൽ അക്ബർ എന്ന പേരിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ നോളജ് സിറ്റിയിൽ ജാമിഉൽ ഫുതൂഹിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ജാമിഉൽ ഫുതൂഹിൽ നടക്കുന്ന വലിയ മൗലിദ് സദസ്സുണ്ട്. 2025 ഓഗസ്റ്റ് 25 തിങ്കളാഴ്ച. യാ റബ്ബ്, രാവിലെ 5 മണി മുതൽക്കാണ് ആരംഭം. അതൊരു വലിയ സംഭവമാകുമ്പോൾ നമ്മുടെ ഈ ചീനാടത്ത് പള്ളിയിൽ നിന്ന് എത്ര ആള് പോണം? ഇവിടുന്ന് എത്ര ആൾ പോണം? ഞാനങ്ങ് മലപ്പുറത്തിന്റെ അങ്ങേ തിരക്ക നിലമ്പൂരാണ്. ഞങ്ങൾ അവിടുന്ന് ഒരു 25 ആള് വരാനാണ് പരിപാടി. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.